പ്രശാന്തേട്ട സംബാലിൽ ഉത്തർപ്രദേശിൽ സംബാലിൽ വലിയ സംഘർഷമുണ്ടായി, വെടിവെപ്പുണ്ടായി, 5 പേർ മരണപ്പെട്ടു. അപ്പോൾ ഉത്തർപ്രദേശിൽ നിരന്തരം സംഘർഷങ്ങൾ നടക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? കാരണം ഈ സംബാലിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവിടുത്തെ SP-യുടെ MP ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ മകനെല്ലാം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പങ്കുള്ളതായി തുടക്കം മുതൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. അത്തരത്തിൽ യോഗിയെ തകർക്കുവാനാണോ എന്തായാലും പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമം? അല്ല, അതിനകത്ത് പ്രതിപക്ഷ പാർട്ടികൾ അത് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. കാരണം അവിടെ ഒരു കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധനയ്ക്ക് ചെല്ലുകയും രണ്ടാം മസ്ജിദ് ആണെന്ന് അല്ലെങ്കിൽ അവിടെ നേരത്തെ ശിവക്ഷേത്രമാണെന്ന് ഒരാൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇടപെടുന്നു. കോടതി അത് പരിശോധിക്കാൻ വേണ്ടി കമ്മീഷനെ വയ്ക്കുകയും ആ ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് പരിശോധിക്കുകയും ഏതാണ്ട് രണ്ടാമത്തെ വട്ടം വീണ്ടും കേസ് കോടതിയിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ വട്ടം പരിശോധനയില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ടായി, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പള്ളിയിലെ പരിശോധനയ്ക്ക് വെളിയിൽ തടിച്ചുകൂടിയ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അതിനകത്ത് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, കോടതിയുടെ ഉത്തരവുകൾ നടപ്പാക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് സംഘർഷം ഉണ്ടായപ്പോഴാണ് അവിടെ വെടിവെപ്പുണ്ടായത്. അതിനകത്ത് രണ്ട് വശം പറയുന്നുണ്ട്. വെടിവെച്ചത് പോലീസല്ല, ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് കയറി അക്രമികൾ വെടിവെച്ചതാണെന്നും പറയുന്നുണ്ട്. ഏതാണെന്നുള്ള കാര്യം വ്യക്തത വരണമെങ്കിൽ അതിനകത്ത് വ്യക്തമായ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ വെളിയിൽ വന്ന് അവന് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ സാധിക്കുള്ളൂ. ഏതായാലും പാകിസ്ഥാൻ ഇടപെടിയിൽ ഉൾപ്പെടെ ഉണ്ടെന്ന് പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. ഷെല്ലുകൾ വെടിയുതിർത്ത ഷെല്ലുകൾ പാകിസ്ഥാൻ മുദ്രയുള്ളതാണൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് വ്യക്തതയില്ല. അത് ചില വാർത്തകൾ കാണുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ പറയുന്നത് പോലെ നമുക്കറിയാം, ഭദ്രാസ് നേരത്തെ ഇതുപോലെ ഒരു വിഷയമുണ്ടായപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചുള്ളൂ. കാരണം ഈ UP, ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ പ്രാദേശിക വിഷയങ്ങൾ വളരെ പെട്ടെന്ന് കലാപത്തിലേക്ക് പോകും. അതായത് ഹിന്ദു മുസ്ലിം സംഘർഷമായാലും അല്ലെങ്കിൽ ജാതിയുടെ സംഘർഷങ്ങളുണ്ട്. ഈ അവിടെ മേൽജാതി കീഴ്ജാതി ഒരു വലിയ വിഷയമുള്ള സ്ഥലങ്ങളാണ്. ഒരിക്കലും കൊന്നു തള്ളിക്കളയും ആൾക്കാർ. അത്രയ്ക്ക് പകയോടുകൂടിയാണ് മനുഷ്യനെ കാണുന്നത് മൃഗങ്ങളെ കാണുന്നതിനെക്കാട്ടി നികൃഷ്ടമായിട്ട് കാണുന്ന രീതിയിലുള്ള ജാതി സംവിധാനങ്ങളൊക്കെ ഉള്ള നാടാണ് ഈ ബീഹാർ പോലെയും UP പോലെയുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയമായിരുന്നു അന്ന് ഭദ്രാസിൽ ഉണ്ടായത്. അത് വലിയൊരു വിഷയമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും അതിനകത്ത് യോഗി അതിൻ്റെ ഇടപെടലിനെ പറ്റിയൊക്കെ അന്ന് കണ്ടെത്തിയാണെന്ന് നമ്മുടെ കാപ്പനെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതി വന്നു. ഇതിനകത്തും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടെന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പറയുന്ന പോലെ SP-യുടെ MP ആണ് അവിടെ ഉള്ളത്. അയാൾ അതിനകത്ത് ഇടപെട്ടതായിട്ട് തെളിവ് കിട്ടുകയും അയാൾക്കെതിരെ FIR ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നലെ എന്തുമായാലും യോഗി ആദിത്യനാഥ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ IAS IPS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം വിളിച്ചിട്ട് വളരെ കർക്കശമായിട്ട് ഈ ഇടപെടുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനകത്ത് നമ്മളൊരു യോഗി എന്നുള്ളതല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തി ഇടപെട്ടില്ലെങ്കിൽ, ഒരു യോഗി വരുന്നതിന് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആര് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും അവിടെ രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളുമായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു രീതിയിലേക്കായിരുന്നു. കാരണം മാഫിയ സംഘങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ ഓരോ പ്രദേശം അവരുടെ കയ്യിലാക്കി വെക്കുക. ആ പ്രദേശത്തെ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ മാഫിയ പ്രവർത്തനം നടത്തിയിട്ട് അതിൻ്റെ ഒരു പങ്ക് പരസ്പരം കൈപ്പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഏത് പാർട്ടിയായാലും എല്ലാ പാർട്ടിക്കാർക്കും പങ്കുള്ള രീതിയിലേക്ക്. അതിനകത്ത് പാർട്ടിയൊന്നും വേർതിരിച്ച് പറയണ്ട. അത് ഈ പറയുന്ന കോൺഗ്രസ് ആയാലും കൊള്ളാം, SP ആയാലും കൊള്ളാം, BSP ആയാലും കൊള്ളാം, അന്ന് BJP ആയാലും കൊള്ളാം, ഇവർക്കെല്ലാം. അപ്പം അതിൽ നിന്നൊരു വ്യത്യാസം വരുത്തി ഗുണ്ടകളെ അടിച്ചമർത്തി, മാഫിയ സംഘങ്ങളെ അടിച്ചമർത്തി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ മാർഗം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. ഈ കോളനികൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ മുസ്ലിങ്ങൾ ഏറ്റവും ദരിദ്രമായിട്ടുള്ള വളരെ കൂടുതൽ പ്രദേശങ്ങളുണ്ട്. അവരെല്ലാം നിയന്ത്രിക്കുന്ന ഓരോ ഗുണ്ടകളാണ്. അപ്പോൾ ആ ഗുണ്ടകളെയൊക്കെ അടിച്ചമർത്തിയപ്പോൾ മുസ്ലിങ്ങൾക്ക് വെളിയിൽ പോയി ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ, സ്ത്രീകളെ സംരക്ഷിക്കാൻ, ഇത്തരത്തിലൊക്കെയുള്ള വളരെ കൃത്യമായിട്ട് നിയമമൊക്കെ ആയിട്ടാണോ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ, കുട്ടികളെ ഉപദ്രവിക്കുന്നവരെയൊക്കെ ഇപ്പം അന്നേരം തന്നെ ശിക്ഷിക്കുന്ന രീതിയിലേക്കും, അല്ലെങ്കിൽ പിടിക്കാൻ ചെല്ലുമ്പോൾ പോലീസിൻ്റെ അടുത്ത് തീർത്തുന്നാൽ വെടിവെക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ട് ഈ വിഷയത്തിലും ആ വിഷയം കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർ ചെന്നപ്പോൾ അത്തരത്തിൽ കോടതിയുടെ ഒരു നിയമം അല്ലെങ്കിൽ പാസ്സാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാക്കി സംഘർഷം ഉണ്ടാക്കിയവരെ കൃത്യമായിട്ട് കണ്ടെത്തി അവരെ ശിക്ഷിക്കുന്ന നടപടിയിലേക്കാണ് പോകണമെന്നാണ് ഇന്നലെ യോഗം വിളിച്ച് യോഗി പറഞ്ഞത്. യാതൊരു രീതിയിലും ഈ സംഘർഷം അവിടെ ഉടലെടുപ്പിച്ചവരെ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. അതിനകത്തിനിയും ആ അഖിലേഷ് യാദവ് ഇടപെട്ടാലും പ്രതിപക്ഷം ഇടപെട്ടാലും ഏത് രീതിയിലുള്ള സംഘർഷം രൂപപ്പെടുന്ന രീതിയിലേക്ക് ഭീഷണി ഉണ്ടെങ്കിലും അത്തരത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയാണ് യോഗി ഇന്നലെ യോഗം വിളിച്ചത്. അതായത് യോഗിയുടെ പഴയ നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം അവിടെ
പലവട്ടം പല കാര്യങ്ങൾക്കകത്തും വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഫലമായിട്ട് പല രീതിയിൽ ഇപ്പോൾ അവിടെ തന്നെ ഈ നേരത്തെയുള്ള ഗുണ്ടാസംഘങ്ങളെ പിടിക്കുമായിരുന്നു. അപ്പോൾ ഗുണ്ടാസംഘങ്ങളെ പിടിക്കുമ്പം ഈ ഗുണ്ടാസംഘങ്ങളെ പറ്റി അന്വേഷിക്കുമ്പം വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയ്ക്ക് അപ്പുറം കൃത്യമായിട്ടുള്ള വാർത്ത വരുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല പ്രദേശങ്ങളും കൈയടക്കി വെച്ചിരിക്കുകയാണ്. പല പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ സർക്കാർ ഭൂമികൾ കൈയടക്കി വെച്ചിരിക്കും. സെക്രട്ടേറിയറ്റിന് സമീപമുള്ള സർക്കാർ ഭൂമികൾ പോലും പല ഗുണ്ടകളും കൈയേറി അവിടെ കെട്ടിടങ്ങൾ പണിഞ്ഞ് ഈ കെട്ടിടങ്ങളും മറ്റും വാടകയ്ക്ക് കൊടുത്ത് പോകുന്നൊരവസ്ഥ. അല്ലെങ്കിൽ ഈ കെട്ടിടങ്ങൾ നിയമപരമായിട്ട് കറണ്ട് കിട്ടുന്ന സംവിധാനം, അല്ലെങ്കിൽ ഇതിന് പരാതി ഇപ്പം മുനിസിപ്പാലിറ്റിയിലൊക്കെ കൊണ്ടു കൊടുത്താലും ആ പരാതി ഇവരുടെ കൊണ്ടു കൊടുത്താൽ പരാതി ഒന്നിക്കും. അല്ലെങ്കിൽ ഗുണ്ടകൾ കുറച്ചു കാലം കഴിഞ്ഞ് ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ഒക്കെ ആവും, അല്ലെങ്കിൽ MP സ്വന്തം ആളായിരിക്കും. അപ്പം ഇങ്ങനെ കയ്യേറ്റ് ഗവൺമെന്റ് വസ്തുക്കളും വകകളും കയ്യേറി വെച്ചിരിക്കുകയും അതിനകത്ത് കെട്ടിടം പണിയുകയും അല്ലെങ്കിൽ അതിനകത്ത് ഈ കടകൾ പണിയുകയും വ്യവസായങ്ങൾ നടത്തി അതുകൊണ്ട് പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവരെയൊന്നും അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ ഭയം കൊണ്ടും അല്ലെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആളുകളായതുകൊണ്ട് എങ്ങനെ ഭരിച്ചുകൊണ്ട് പോയ ഈ രീതിയിലേക്ക് വന്നു. അപ്പോൾ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്ന ഒരു നിയമമായിട്ട് യോഗി വന്നു കഴിഞ്ഞപ്പോൾ ഓരോ ഗുണ്ടകളെയും വേറെ ബോട്ട്സ് പരിശോധിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പം അന്നാണ് ഈ ഗുണ്ടകളുടെ കയ്യിലിരുന്ന ഭൂമിയും കെട്ടിടങ്ങളും പിടിച്ചെടുത്ത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. കാരണം ഈ സർക്കാർ ഭൂമിയാണല്ലോ, സർക്കാർ ഭൂമിക്കകത്ത് ഇയാളെ കെട്ടിടം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങോട്ട് ഒഴിപ്പിച്ചാൽ അല്ലെങ്കിൽ ആ കെട്ടിടം ഇടിച്ചുടച്ച് കഴിഞ്ഞിട്ട് സാധാരണക്കാരന് വീട് വെച്ച് കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് ഈ പറയുന്ന പോലെ SP ആണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഈ ഗുണ്ട മാഫിയകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SP ഇപ്പം അഖിലേഷ് യാദവിന്റെ അച്ഛനുണ്ടല്ലോ, ഈ മുലായൻ സിംഗ് യാദവ് ആണ് ഈ ഗുണ്ടായിസം തകർന്നല്ലോ. അവരുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ മാഫിയ സംഘങ്ങളെ അല്ലെങ്കിൽ ഈ പ്രൊമോട്ട് ചെയ്തിരുന്ന നേതാവ് തന്നെയാണ് ഈ മുലായൻ സിംഗ്. കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞത് MLA MP ഗുണ്ടകൾ MLA MP ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ അവരാണ്. ഇപ്പം കഴിഞ്ഞ ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരു ഗുണ്ടെ ഇതുപോലെ കൊണ്ടുവന്നപ്പം വെടിവെച്ച് വന്ന അയാള് പഴയ MP അയാളെ അനിയൻ MLA ആണ്. അപ്പൊ അവർക്കൊക്കെ എതിരെ മത്സരിക്കാൻ വന്നാൽ ഒരു പ്രാവശ്യം അയാൾ മത്സരിച്ചു, അയാളെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ വെടിവെച്ച് വന്നു. അപ്പൊ ഇതേ രീതിയിൽ അപ്പൊ പിന്നെ മത്സരിക്കാൻ ആളില്ല. വോട്ട് ചെയ്തില്ലെങ്കിൽ വോട്ട് എവിടെ കുറയുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കോളനിയിൽ കയറി അവരെ മൊത്തം മർദ്ദിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ കോളനിയിൽ കയറി വൈകിട്ട് ഗുണ്ടാപിരി നടത്തുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ പ്രദേശങ്ങൾ ബീഹാർ പോലെയും ഈ UP പോലെയും ഉള്ള പ്രദേശങ്ങളിൽ ഓരോ പ്രദേശങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഓരോ ഗുണ്ടാ തലവന്മാരാണ്, മാഫിയ തലവന്മാർ. ഈ മാഫിയ തലവന്മാരെ പിടിച്ചാൽ ആ പ്രദേശത്തെ വോട്ടുപോലും സ്വാധീനിക്കാൻ പറ്റും. കാരണം ഇവരുടെ വരുതിയിൽ പാവം പിടിച്ചവരായിട്ടുള്ള ഞാൻ പറഞ്ഞത് വളരെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഹരിജനങ്ങളും ഈ പറയുന്നത് പോലെ OB SC ST ഈ പറയുന്ന ആൾക്കാരും ഒക്കെ ആണ്. ഇവർ അടിമകളെ പോലാണ്, ഈ മുതലാളിമാരുടെ അടിമകളെ പോലാണ്. ഇതുപോലെ ഈ ഓരോ മാഫിയ ഗുണ്ടാ തലവന്മാരുടെ അവരവിടെ താമസിക്കുന്നു. അപ്പോൾ അവരുടെ വോട്ട് പോലും ഇപ്പം ഒരു പ്രദേശത്ത് നമുക്കറിയാമല്ലോ, ഈ വോട്ട് ഓരോ ബൂത്തുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടൊക്കെ ചെയ്യുന്ന അറിയാം. പിന്നെ ആ പ്രദേശത്ത് നിന്ന് വോട്ട് അവരുദ്ദേശിക്കുന്ന എല്ലാവർക്കും ഇന്നാൾക്ക് ചെയ്യണം, ഇന്ന സ്ഥാനാർത്ഥിയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ അവർക്കും രാഷ്ട്രീയമൊന്നുമില്ല. സ്ഥാനാർത്ഥി ചെയ്തില്ലെങ്കിൽ അവിടുന്ന് വോട്ട് പറഞ്ഞാൽ അന്ന് ആ ഗുണ്ടാത്തലം പറയുന്ന അനുസരിച്ച് വോട്ടല്ലെങ്കിൽ അവിടുന്ന് പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം അതേ രീതിയിൽ ജനാധിപത്യ സംവിധാനത്തെ പോലും ഈ പറയുന്ന പോലെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് ഇപ്പം UPക്കകത്ത് ഈ PFI നിരോധനം വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കെയർ ഓഫിലുള്ള ക്രിമിനൽ സെറ്റപ്പുകളും അല്ലെങ്കിൽ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് വന്നപ്പോഴാണ് ഇപ്പം ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട വെടിവെപ്പിനകത്ത് വളരെ കൃത്യമായിട്ട് പ്രത്യേകിച്ച് 2024 ഇലക്ഷനിൽ അവർ വലിയ കരുത്ത് നേടിയിട്ടുണ്ട്. അടക്കമുള്ള കോൺഗ്രസിന് വലിയ വീണ്ടും തലപൊക്കിയിട്ട് വീണ്ടും അവിടെ ഈ പറയുന്ന ജാതി രാഷ്ട്രീയം ഇല്ലാതാക്കിക്കൊണ്ട് വന്നിടത്ത് വീണ്ടും ജാതി രാഷ്ട്രീയം ഉരുത്തിരിച്ചുകൊണ്ടൊക്കെ വന്നു. അപ്പൊ ഈ പറഞ്ഞ 5 പേർ കൊന്ന വെടിവെപ്പിനകത്ത് പോലീസ് പറയുന്നു പോലീസ് അല്ല വെടിവെച്ചിരിക്കുന്നത്. പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങളല്ല വെടിവെച്ചിരിക്കുന്നത്, അക്രമികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചതാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ കൂട്ടത്തിനകത്ത് ഒരുപക്ഷെ പള്ളിയുടെ ഒരു വികാരം വെച്ച് ജനം തടിച്ചു കൂടിയപ്പോൾ അവരെ അങ്ങനെ പറഞ്ഞ് സംഘടിപ്പിച്ച് അവിടെ കൂട്ടിയതിന് ശേഷം വിഷയം കലാപമാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി അതിനകത്ത് കയറി അക്രമികൾ വെടിവെച്ചാൽ മതിയല്ലോ. നേരത്തെ കർഷക സമരത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ ഹരിയാനയ്ക്ക് ആ ബോർഡറിൽ വെച്ച് ഒരു കർഷകനെ വെടിവെച്ചു വന്നില്ലേ, അവസാനം പോലീസാ വെടിവെച്ചെന്ന് പറഞ്ഞിട്ട് കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ കക്ഷികളും ബാക്കിയുള്ളവരെല്ലാം തയ്യാറായി വരുന്നപ്പോൾ അവസാനം തെളിഞ്ഞതെങ്ങനെ വളരെ അടുത്ത് നിന്നാണ് വെടിവെച്ചത്. പോലീസിന്റെ ഗണ്ണല്ല, ബുള്ളറ്റ് പരിശോധിച്ചപ്പോൾ അവസാനം ഈ നമ്മളീ പറഞ്ഞ കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിർമ്മിച്ച തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചതായിട്ടുള്ള ഉണ്ടയും മറ്റു കാര്യങ്ങളും കണ്ടെത്തി. അതുപോലെ തന്നെ ഈ കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഈ പറയുന്ന സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ആൾക്കാർ പ്രവർത്തിക്കുന്ന ഒരു രീതി ഇന്ത്യയിലുടനീളം അന്നും ഇന്നും
നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ പള്ളിയുടെ വിഷയത്തിൽ ഇത് പെട്ടെന്ന് കലാപം ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷയമായതുകൊണ്ട് അത്തരത്തിലൊരു വിഷയം അവിടുന്ന് ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതായത് ഒരു കലാപമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവിടെ വളരെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഇടപെട്ട് അവിടുത്തെ ജില്ലാ ഭരണകൂടം കോടതിയൊക്കെ ഇടപെട്ട് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും പോലീസിനെ വേണ്ട വിധത്തിൽ അവിടെ വിന്യസിച്ച് കലാപാന്തരീക്ഷം ഒരു പരിധിവരെ അമർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന അഖിലേഷ് യാദവും മുസ്ലിം ലീഗിൻ്റെ എംപിമാരും കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അവിടെ പോവാൻ ശ്രമിക്കുന്നതും ആ പോവാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ ഭരണഘടന ഉയർത്തി കാണിച്ചിട്ട് എനിക്ക് അവിടെ പോകാനുള്ള അവകാശമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് അവിടെ പോകാൻ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അനുവാദമില്ലാതെ വെളിയിൽ നിന്ന് ഒരാൾ പ്രവേശിക്കേണ്ടെന്ന് തീരുമാനിക്കുന്ന സ്ഥലത്ത് രാഹുൽ ഗാന്ധിക്കും പോകാൻ അധികാരമില്ല. രാഹുൽ ഗാന്ധിക്കുള്ള അധികാരം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന അധികാരം അത് ലോക്സഭയിൽ അദ്ദേഹത്തിന് ചില പ്രിവിലേജുകളൊക്കെ ഉണ്ട്, ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ MP എന്നുള്ള രീതിയിലുള്ള അധികാരമുണ്ട്. MP എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി ആയാൽ പോലും ഒരു മജിസ്ട്രേറ്റ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള നിയമം വെച്ച് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചാൽ അവിടെ കയറണമെങ്കിൽ അത് പ്രഖ്യാപിച്ചിരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ ആ ഭരണാധികാരി മജിസ്ട്രേറ്റിന്റെ അനുമതി വേണം. അദ്ദേഹം എന്തായാലും ഈ ന്യൂനപക്ഷത്തെ പറ്റിക്കാൻ ചെയ്തതായിരിക്കും. എന്തായാലും ഡൽഹിയിൽ പോകുമ്പോഴേക്കും ഉത്തർപ്രദേശ് ബോർഡർ എത്തുമ്പോൾ എന്തായാലും തടയാൻ ന്യൂനപക്ഷെ പറ്റിക്കുന്നതിന് വേണ്ടി ഇപ്പൊ പുള്ളി പോക്കറ്റിൽ ഈ മൊബൈലിന്റെ വലിപ്പമുള്ള ഒരു സാധനം ഭരണഘടനയാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഏത് സമയം എടുത്ത് ആ ഭരണഘടനയോടുള്ള അവഹേളനം എത്രയോ പവിത്രമായിട്ട് കാണുന്ന ഒരു സാധനം ഇത് പോക്കറ്റിൽ വെച്ചിട്ട് എടുത്ത് കാണിക്കും. ഇത്രയുള്ള ഭരണഘടന. നമ്മുടെ ഭരണഘടന ഏകദേശം ഈ സാധാരണക്കാരനെ ഇത് കാണിക്കുമ്പോൾ തിരിച്ചറിവുണ്ടാകുന്ന ആൾക്കാർ അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളതും അതിൻ്റെ വലിപ്പത്തെ പറ്റിയും ഊഹിച്ചാൽ എങ്ങനെ ഇരിക്കും? എത്ര ചെറുതായിട്ട് എഴുതിയാൽ ഇത്തരത്തിലൊരു മൊബൈലിന്റെ വലിപ്പത്തിൽ ഒരു ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഏതെല്ലാം രീതിയിലാണ് ഇന്ത്യ മഹാരാജ്യത്തെ നമ്മൾ വളരെ ഭവ്യമായിട്ടും പവിത്രമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭരണഘടന പോലെ അല്ലെ നമ്മുടെ സംസ്കാരത്തെ മറ്റ് രീതികളെയും ഒക്കെ ആൾക്കാരുടെ ഇടയിൽ രാഷ്ട്രീയത്തിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ട് പോകുന്നെന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയെന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ഭദ്രാസ് അല്ലേ ആ സ്ഥലത്ത് അതെ കോടതി പരിശോധിക്കട്ടെ. ഇതിനകത്ത് പള്ളിയാണെങ്കിൽ പള്ളി, അമ്പലമാണെങ്കിൽ അമ്പലം. അതിനകത്ത് വെളിയിൽ നിന്ന് പള്ളി സംഭവം എന്തോ ഇതാണോ പള്ളി ഇരുന്ന സ്ഥലമാണോ? പള്ളി ഇരിക്കുന്ന സ്ഥലം. അപ്പം അവിടെ നേരത്തെ അമ്പലമായിരുന്നു, അവിടെ പള്ളി പണിഞ്ഞെന്ന് പറഞ്ഞാൽ അയോധ്യയുടെ വിഷയം പോലെ. അപ്പം ഏതായാലും പള്ളി ആയാലും അമ്പലമായാലും ജനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് കോടതി ഇപ്പം നിയമം അനുസരിച്ച് കോടതി പരിശോധിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പരിശോധിക്കട്ടെ. അല്ലാതെ പരസ്പരം സ്പർദ്ധയുണ്ടാക്കി വിഷയമുണ്ടാക്കി പരസ്പരം ചാവുന്നുകൊണ്ട് വിഷയമില്ല. അതിന് മുതലെടുക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാവുന്നതായിട്ട് ജനം മനസ്സിലാക്കി അത് മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നാവുക.